വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വയനാട്ടിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി പിരിച്ച ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലീഗിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഉടമകൾ തോട്ടഭൂമിയാണ് വിറ്റതെങ്കിൽ തോട്ടഭൂമി എന്തിന് ഇത്ര വില കൊടുത്ത് വാങ്ങി എന്നതാണ് ഇപ്പോൾ വലിയ വിഷയമാകുന്നത്. ജോഷ്ല നമ്മളോടൊപ്പം ചേരുകയാണ്. പനമരം പഞ്ചായത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വയനാട്ടിലെ ലീഗിന്റെ ഭൂമി തട്ടിപ്പ് അവരുടെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണോ? തോട്ടഭൂമി എന്തിന് വില കൊടുത്ത് ഇത്രയും വില കൊടുത്ത് വാങ്ങി എന്ന ചോദ്യം ഇപ്പോൾ ഭാരവാഹികൾ തന്നെ നേതൃത്വത്തോട് ചോദിച്ചു തുടങ്ങിയോ? അതാണോ ഇന്നലെ പനമരത്ത് കണ്ടത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിൽ ഒരു വലിയ ആഭ്യന്തര പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പുറത്തുവിട്ട കാര്യമാണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ലീഗ് എടുത്തിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ലീഗ് എടുത്തിരിക്കുന്ന ഭൂമി അത് തോട്ടഭൂമിയാണെന്നും ആ തോട്ടഭൂമിക്ക് ഇത്രയേറെ വില നൽകേണ്ടതില്ലെന്നും ഏകദേശം 25,000 മുതൽ 45,000 രൂപ വരെ സെന്റിന് വില നൽകി വയനാട് ജില്ലയിൽ ഒട്ടേറെ തോട്ടഭൂമികൾ ലഭിക്കാനുണ്ട്. എന്നിട്ടും എന്തിനാണ് ഒരു സെന്റിന് 1.20 ലക്ഷം രൂപ, 1,20,000 രൂപ എന്തിനു നൽകി എന്നുള്ള ചോദ്യം നമ്മൾ തന്നെ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. എന്നാൽ ലീഗ് അധികൃതർ, ലീഗിന്റെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞതും അതുപോലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതും ഞങ്ങളുടെ കയ്യിൽ തോട്ടഭൂമി അല്ല എന്നുള്ള രേഖകളുണ്ട്, ഞങ്ങൾ ഉടനെ തന്നെ അത് കാണിക്കും എന്നുള്ളതാണ്. എന്നാൽ കണിയാമ്പറ്റ വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരം താലൂക്ക് ലാൻഡ് ബോർഡ് അധികൃതർ ഇവരെ ഹിയറിംഗിന് വിളിച്ചു. കല്ലങ്കോട് മൊയ്തു അടക്കമുള്ളവർ ഹിയറിംഗിന് പോയി. ഹിയറിംഗിൽ കല്ലങ്കോട് മൊയ്തു ലീഗിനെ ആകെ തന്നെ പറ്റിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ ചതിച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് മൊഴിയായി നൽകിയത്. ഞാൻ നൽകുമ്പോൾ അത് തോട്ടഭൂമിയായിരുന്നു, ഞാൻ വിൽക്കുമ്പോൾ അത് തോട്ടഭൂമിയായിരുന്നു, എന്നാൽ വിറ്റതിന് ശേഷം തരം മാറ്റിയോ എന്നറിയില്ല. അത് തന്നെ വലിയൊരു നുണയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അതിനു മുൻപ് കല്ലങ്കോട് മൊയ്തുവിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ തറക്കല്ലിടലടക്കം അവിടെ കാപ്പിത്തോട്ടത്തിൽ നിന്നും കാപ്പിച്ചെടികൾ പറിച്ചു മാറ്റിയിരുന്നു. ആ കാപ്പിച്ചെടികൾ പറിച്ചു മാറ്റിയതോടുകൂടി തന്നെ തരംമാറ്റം നടന്നു എന്നുള്ളതാണ് തോട്ടത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് TLBയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കല്ലങ്കോടൻ മൊയ്തു, അത് ഭവന നിർമ്മാണ സമിതി അംഗം കൂടിയാണ്, ലീഗിന്റെ ഭവന നിർമ്മാണ സമിതി അംഗം കൂടിയായ കല്ലങ്കോടൻ മൊയ്തു, അവരുടെ അഭിഭാഷകൻ കൂടിയായ കല്ലങ്കോടൻ മൊയ്തു തന്റെ സ്വന്തം ഭൂമി 3 ഏക്കർ ഭൂമി 1.20 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ദുരന്ത ബാധിതരുടെ ഫണ്ട് അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് 3 കോടിയോളം രൂപ ഈ 3 ഏക്കർ ഭൂമിക്ക് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. മറ്റുള്ളവർ വിറ്റ ഭൂമിയും തോട്ടം ഭൂമിയാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. TLBയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് പ്രകാരം, റിപ്പോർട്ടാണ് ഞങ്ങൾ ഇന്നലെ ആളുകൾ ലാൻഡ് ബോർഡിന് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാങ്ങിയത് തോട്ടഭൂമി ആയിരുന്നില്ല, മറ്റ് വീട് വയ്ക്കാൻ പറ്റുന്ന മറ്റു തരത്തിലുള്ള ഭൂമിയാണ് എന്ന ലീഗിന്റെ അവകാശവാദം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഈ പണം വാങ്ങി അല്ലെങ്കിൽ പണം നൽകിയ മനുഷ്യരോട് കേരളത്തോട് നുണ പറയുകയായിരുന്നില്ലേ ലീഗ് നേതൃത്വം ചെയ്തത്? വളരെ വേഗത്തിൽ. കേരളത്തോട് നുണ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല മനു, ദുരന്ത ബാധിതരെ വഞ്ചിച്ചു എന്നുള്ള മഹാസത്യമാണ് പുറത്തേക്ക് വരുന്നത്. ദുരന്ത ബാധിതർക്കായി സർക്കാർ നൽകിയ ടൗൺഷിപ്പിൽ അവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളുകളെയാണ് ഞങ്ങൾ ഭൂമി തരാം, വീട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്ത ബാധിതർ തന്നെ 87 പേർ, ഇവരിൽ 15 ലക്ഷം രൂപ വാങ്ങി സർക്കാരിന്റെ ഭൂമി വേണ്ട, വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ വീട് ആശ്രയിച്ച് പോയവരാണ്. അവരെയാണ് പറ്റിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചതിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. തോട്ടഭൂമിയാണ്, തോട്ടഭൂമി മാത്രമല്ല ഈ ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച് 12 കോടിയോളം രൂപയാണ്, 40 കോടിയാണ് പിരിഞ്ഞു കിട്ടിയതെന്നാണ് ലീഗ് പറയുന്നത്. അതിൽ 12 കോടിയിലധികം രൂപ ഈ ഒരു സെന്റ് 11.27 ഏക്കർ സ്ഥലം എടുക്കാൻ വേണ്ടി, തോട്ടഭൂമി എടുക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ ലീഗിന്റെ നേതാക്കളുടെ സ്ഥലമാണ്, അതുപോലെ തന്നെ കല്ലങ്കോട് മൊയ്തുവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സ്ഥലമാണ് ഇത്തരത്തിൽ വലിയ തുക കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. ഭൂമി വിൽക്കാനുള്ള ഒരു അവസരമായി ദുരന്ത ബാധിതരെ കണ്ടു അല്ലെങ്കിൽ ദുരന്തത്തെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചതി. അത് കേരളത്തിലെ ഫണ്ട് ഉപയോഗിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവരുടെ ഭൂമി വിൽക്കാനുള്ള അവസരമായി ഈ ദുരന്തത്തെ ഉപയോഗപ്പെടുത്തി എന്നയിടത്താണ് ആ കച്ചവട ബുദ്ധി നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ കച്ചവട ബുദ്ധി ഈ മണ്ണിനടിയിൽപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യരോട് വേണ്ടായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ കേരളം ലീഗ് നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞ ഓരോ വാക്കും തെറ്റായിരുന്നു, കളവായിരുന്നു എന്ന് രേഖകൾ സഹിതം ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ലീഗ് നേതൃത്വം നമ്മളോട് പറഞ്ഞെന്തായിരുന്നു? ഇത് തോട്ടഭൂമിയല്ല, മറ്റു തരമുള്ള ഭൂമിയാണ്,
ഭൂമിയാണ്, അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഞങ്ങളുടെ കൈകളിലുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ രേഖകൾ അവർക്ക് ഈ മിനിറ്റ് വരെ ലാൻഡ് ബോർഡിന് മുൻപിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ ഭൂമി ലീഗിന് വിറ്റ ഉടമസ്ഥർ ലാൻഡ് ബോർഡിന് മുന്നിൽ പറയുകയും ചെയ്തിരിക്കുന്നു, ഞങ്ങൾ വിറ്റത് തോട്ടഭൂമിയാണ്, അവിടെ ഉണ്ടായിരുന്ന കാപ്പിച്ചെടികളൊക്കെ പിന്നീട് പറിച്ചു കളഞ്ഞതാണ് ലീഗുമായി ബന്ധപ്പെട്ട ആളുകളെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അതായത് വളരെ ഭംഗിയായി ഒരു ഭൂമി കച്ചവടം ആ ദുരന്തത്തിന്റെ മറവിൽ ഇത്രയും തുകയുടെ ഇരട്ടിയിലധികം തുക നൽകിക്കൊണ്ട് നടന്നിരിക്കുന്നു എന്നതാണ് വസ്തുത. ആ കച്ചവടമാണ് പുറത്തു വന്നിരിക്കുന്നത്. ലീഗ് നേതൃത്വത്തിന് മറുപടി ഉണ്ടാകുമോ ഈ വിഷയത്തിൽ? ഇനിയിപ്പോൾ രേഖകളുണ്ട് ലാൻഡ് ബോർഡിന് മുൻപിൽ. ഈ ഭൂമിയുടെ ഉടമസ്ഥർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വിറ്റത് തോട്ടഭൂമിയാണെന്ന്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കേരളത്തോട് പറഞ്ഞത് ഞങ്ങളുടെ കൈകളിൽ രേഖകളുണ്ട്, വീട് വയ്ക്കാൻ പറ്റുന്ന ഭൂമി തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത് എന്നത് പറയാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത ലീഗിൻ്റെ ഓരോ നേതാക്കൾക്കുമുണ്ട്.